സാറേ കോഴിക്കോട്ടേക്ക് ബസ് ഉണ്ടപ്പോ? കോഴിക്കോടേക്ക് ബസ്സൊന്നുമില്ല, വേണമെങ്കിൽ ട്രെയിനിൽ പോകാൻ നോക്കി. അതെന്താ ബസ് ഇല്ലാത്ത? ബസ്സില്ലാത്ത ബസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇച്ചിരി താമസിക്കും ബസ്സിന്. ഞാൻ ബസ്സിലേ പോകുള്ളൂ. അടിച്ചു കയറി നിങ്ങളെ രണ്ടെണ്ണം അടിച്ചിന്. അതെ ഇയാൾ ആവശ്യമില്ലാതെ ഇയാൾക്ക് എന്താണ് കോഴിക്കോടേക്ക് ബസ്സാണ്. ബസ്സില്ലാന്ന് ഞാൻ പറഞ്ഞു, വേറെ വല്ല വണ്ടി വിളിച്ച് പോകാനോ ട്രെയിനിലൊക്കെ പോകാൻ നോക്കി. ഇത്തിരി മാന്യമായിട്ട് സംസാരിച്ചു നിങ്ങൾക്ക്. ഇയാളെ എന്നെ മാന്യത പഠിപ്പിക്കില്ലേ? എന്റെ മാന്യതയുടെ അങ്ങേറ്റമാണ് ഇത്. കല്യാണം കഴിച്ചാ നിങ്ങള്? ഇയാളെന്തിന് ബ്രോക്കറാണ്? നിങ്ങളെ ഭാര്യന്റെ അവസ്ഥ ആലോചിച്ച് നീ എന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്? അല്ലല്ലോ. എവിടുന്നാ വിവരം പറഞ്ഞു നോക്കി. നിനക്ക് വിവരം അറിയണമെങ്കിൽ അകത്ത് ഡിപ്പമാനായിരുന്ന ഒരാളിരിപ്പുണ്ട്, അതെടുത്ത് വെച്ചോ. അത് നേരത്തെ പറഞ്ഞാൽ അതെന്നെ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. അല്ലാണ്ട് മുക്കണ്ട, കീപ്പോട്ട് പോയി പോകും. പിന്നെ ഇവിടെ മനുഷ്യൻ നിൽക്കുന്ന അവസ്ഥ ഇനി പോകാനൊന്നുമില്ല, എല്ലാം പോയി കിടക്കുന്നു. ഇവിടെ ഇതൊന്നും വേണ്ട. ഈ സത്യേട്ടനാണെങ്കിൽ കട്ടപ്പനയ്ക്കോ? അതിപ്പോ കട്ടപ്പുറത്ത് ഇരിക്കുന്ന ഇല്ല, അത് അതിനെ പറയാൻ പറ്റില്ല, അതൊരു ഉറപ്പില്ല. അത് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല. വെക്കോ. നമസ്കാരം. നമസ്കാരം. ആരാ? പുതിയ നിയമനമാണോ അതോ ഇവിടുന്ന് പറഞ്ഞു വിട്ടവരാണോ? പുതിയ നിയമനമല്ല, പറഞ്ഞു വിട്ടുമല്ല. നമ്മളൊരു യാത്രക്കാരനാ. ഈ കോഴിക്കോടേക്ക് ഈ അടുത്തെങ്ങാൻ ബസ്സുണ്ടോ? കോഴിക്കോട്ടേക്കോ? എന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. താൻ ഈ നാട്ടിലൊന്നല്ലേ മാഷ ജീവിതം? ഈ ടിവിയും പത്രമൊന്നും കാണാറില്ലേ? എന്താ കാര്യം? എവിടോ ഇവിടത്തെ കണ്ടക്ടർമാരൊക്കെ പറഞ്ഞു വിട്ടു, ഇപ്പൊ ഇവിടെ ആളില്ല, ഇനി പുതിയ ആളുകൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് പെരേ പോയാൽ മതിയോ നമ്മള്? ഈ സർക്കാർ ബസ്സിൽ പോകണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. അല്ല സാറേ, ഞാനും ചോദിക്കട്ടെ, ഈ എംബല്ലാരും എത്ര വർഷമായി ഇവിടെ? അത് കുറെ വർഷമായി. ഈ പരീക്ഷ എഴുതി കാത്തു കെട്ടി കിടക്കുന്നവരോ? അതും കുറെ നാളായി. പിന്നെ എന്തിനാ സാറേ നിങ്ങൾ പ്രശ്നം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോണ്? ഇതുകൊണ്ട് പരിഹരിച്ചൂടെ? അല്ല, അതിപ്പോ അതിന്റെ ഒരു അല്ല, 8,900 സ്ഥിരം കണ്ടക്ടർമാരുണ്ടെന്നാണ് വെപ്പ്. ആകെ ഓടുന്നത് 5000 ബസ്സും. പിന്നെ ഈ എംബാൻകാരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താ പ്രശ്നമോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നമ്മളാരാണാവോ? ഗതാഗത മന്ത്രിയോ? ഗതാഗത മന്ത്രി ഒന്നുമില്ല, നമ്മൾ ഇവിടെ ഒരു സാധാ പൗരനാണ്. ഇത് ചോദിക്കാനുള്ള അധികാരം ഞമ്മക്കുണ്ട്. ഞമ്മക്ക് വേണ്ടിയിട്ടാണല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കണ്. ഈ KSRTC ബസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ വണ്ടി എന്നാണ് കേൾക്കല്. എന്നിട്ട് ഞമ്മക്കിപ്പോ പെരക്ക് പോകാൻ വണ്ടിയില്ല. അല്ല, അതിനിപ്പോ ഇത്ര വേണം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടാക്കണ ഗതാഗത മന്ത്രിയാണോ എന്നൊക്കെ ചോദിച്ചോണ്ട് പറഞ്ഞു പോയതാ. എന്നാ സാധാരണക്കാരാ. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് കുറച്ചേരായി. ഇവിടെ ഒന്ന് കയറി ഇരിക്കാൻ പറയാനുള്ള മര്യാദ നിങ്ങൾക്ക് ഉണ്ടായില്ല. എവിടെ? അല്ല, കസാല രണ്ടെണ്ണം ഇവിടെ ഉണ്ടല്ലോ, ഇതിനകത്തൊന്ന് ഇരിക്കാൻ അങ്ങനെ പറഞ്ഞു അത്ര നേരമായിട്ട്. അപ്പൊ വീട്ടിൽ പോണില്ലേ? എന്നാ ഇവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്കാൻ വന്നാണോ അതോ ബസ്സിന് പോകാൻ വന്നാണോ? ബസ്സിൽ പോണം. ബസ് ഉണ്ടോ? അതിന് മറുപടി അതാ പറഞ്ഞു വരുന്നത്. ഞാൻ പറയണമെന്ന് കേൾക്കോ? താങ്കളെ തന്റെ യാത്രയുടെ വിഷമം കൊണ്ടാവും അത് അങ്ങനെ പറഞ്ഞോണ്ട് വിരോധമില്ല. ഞാൻ അതിലും വലിയ ഭ്രാന്തിൽ അവിടെ ഇരിക്കണത്. ഞാൻ ചോദിച്ചെന്തെങ്കിലും അപ്പൊ അതാ ഞാൻ പറയാം. അപ്പൊ ഞാൻ പറയണതും കൂടി താനൊന്ന് കേട്ടാ നന്നായി. ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്ന കണ്ടക്ടർമാരിൽ ഒരു 800 പേരെ കാണാണ്ടായി എന്നാണ് MD പറയുന്നത്. കണ്ടക്ടർമാരെ കാണാണ്ടാവും? ഇവരെന്ത് മുട്ടുസൂചിയോ കാണാണ്ടാവേ? മുട്ടുസൂചിയാണെങ്കിൽ കാര്യം കുത്താരെങ്കിലും കാണും. ഇതിപ്പോ അതുമല്ല, ഈ 800 പേരും ലീവിലാ. അല്ല, MD എല്ലാരും തിരിച്ചു വിളിച്ചിട്ട് ഉടനെ വരും. 800 ആൾക്കാർ ലീവ്? അതൊക്കെ കുറവാ. വെറുതെ അല്ല സാറേ, സ്ഥാപന തോതിലായി പോണ കേട്ടോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പണിയെടുത്തോരാണ് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ട് അല്ലേ? അങ്ങനെയും പറയാം, അങ്ങനെ പറയാതിരിക്കുകയും ചെയ്യാം.